അള്ളാഹുവിന്റെ റസൂലിനെ ദൈവപുത്രൻ എന്ന് പറയണ്ട, അതല്ലാത്തതൊക്കെ നീ പറഞ്ഞോന്നാണ് ബൂസീരി ഫത്വ കൊടുത്തിട്ടുള്ളത്. അല്ലേ? നബിയെക്കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞ ദൈവപുത്രൻ എന്ന് പറയരുത്, ബാക്കിയൊക്കെ പറഞ്ഞോന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ പലതരത്തിലും ഉയർത്തി. ഞാനത് വിശദീകരിക്കാൻ നിൽക്കല്ല. ഈ അടുത്ത കാലത്ത് സുഹൃത്തുക്കളെ, ഞാൻ വല്ലപ്പുഴയിൽ പോയി പ്രസംഗിച്ച് ഏതാണ്ട് 2-3 വർഷം മുമ്പ് അവിടെ പോയിട്ട് ഇങ്ങനെ മൗലിദിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു. റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അലവി സഖാഫി മറുപടിക്ക് വന്നു. അപ്പൊ അവിടെ ഈ അങ്ങാടി കൂടുന്ന കുറെ സാധാരണക്കാർ, അവരൊക്കെ സുന്നികൾ തന്നെയാ, ഓട്ടോറിക്ഷക്കാര്, യൂണിയൻകാർ, ഇവരൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ അങ്ങാടിയിൽ എപ്പോഴും ഉണ്ടാണ് ഒരു സെറ്റ് പോലെ. 2 ഓട്ടോയും കൂടി ഒന്ന് ഇരുത്തിയിട്ട് ഇതൊന്ന് തീർപ്പാക്കിയിട്ടേ പറ്റുള്ളൂ. കാരണം മൗലൂദ് ഓതിയാ സ്വർഗത്ത് പോകില്ല എന്ന് നമ്മള്, മൗലൂദ് ഓതാതെ സ്വർഗത്ത് പോകില്ല എന്ന് അലവിയും കുടുങ്ങിയല്ലോ. അങ്ങനെ അവിടുത്തെ ആളുകളൊക്കെ പാടെ കൂട്ടിയിട്ട് അവിടെ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ തീരുമാനിച്ചു. മുസ്ലിം ഐക്യവേദി എന്നാണ് അവർ പേരിടുക. ഐക്യവേദിക്കാരൊക്കെ അവിടുത്തെ സാധാരണക്കാരായ അവിടുത്തെ സുന്നി പ്രവർത്തകർ, സമസ്തക്കാരാണ്. അവർ 2 കൂട്ടരും കൂടി ഇരുത്തിയിട്ട് അവിടെ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി. ആ വ്യവസ്ഥ സമയത്ത് തർക്കമുണ്ട്. അതിൻ്റെ പല ക്ലിപ്പുകളും ഞങ്ങൾ മുമ്പൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അവിടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഇതാ നിങ്ങളിപ്പോൾ പല തരത്തിലുള്ള കിതാബുകളും കൊണ്ട് നടക്കുന്നുണ്ട്. 33 വക, 66 വക, 333 വക. ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കൊരു ചർച്ച നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. പക്ഷേ അവർ തയ്യാറായില്ല എന്നതാണ്. അവസാനം ആ ഐക്യവേദിക്കാർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ വേണ്ട. അതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടോളി. അബ്ദുള്ള സുല്ലമി നമ്മുടെ ഭാഗത്ത് സംസാരിക്കുന്നു, അലവി സഖാഫി മറുഭാഗത്ത് സംസാരിക്കും. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. ഐക്യവേദിക്കാർ ഇടപെടുന്നുണ്ട്. അബ്ദുള്ള സുല്ലമിയുടെ പ്രായവും വയസ്സും നിറയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല, നാട്ടിൽ പലതുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വക ആയിക്കോട്ടെ, അല്ലെങ്കിൽ 33 വക ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബീനൊരു ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്തത്ര എണ്ണം നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനെ നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കളുണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനുള്ള മുഴുവൻ പറയേണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സബീന 66 വകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സബീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്ത വല്ലുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് തന്നാൽ മതി. വ്യക്തം അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. പിന്മാറേണ്ടത് പിന്മാറേണ്ടി ചെയ്യും. അത് ശരി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിലും പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക തന്നെ പല ജാതി 66 വക ഉണ്ട്. ഇല്ലാന്ന് പറയാൻ തെളിയിക്കും. 66 വക പല ജാതി 66 വകയുണ്ട് ഇവിടെ. ആ 66 വക ഞങ്ങൾ അംഗീകരിക്കേണ്ട നടക്കൂല. കണ്ടോ, 66 വക പലതും ഉണ്ട്. ആരാ ഇവരോരോരുത്തരുണ്ടാക്കി വിടുന്ന തന്നെ. എന്നിട്ട് കുറെ കാലം പറഞ്ഞ് CH പ്രസ്സിൽ അത് അടിക്കണോനാ കുറ്റം, എഴുതി കൊടുത്തോനോ, അത് വിൽക്കണോനോ, അത് നടത്തി ചെയ്യിക്കണോൽക്കോ അടിക്കണത് കുറ്റം തന്നെ. ഒരു സലഫി ആദർശമുള്ള ഒരുത്തനത് അടിക്കൂല. ഞാൻ പല സ്റ്റേജിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, കള്ളുഷാപ്പി നടത്തി ജീവിക്കലാണ് മൗലൂദ് അടിച്ച് വിറ്റ് ജീവിക്കണേക്കാളും നല്ലത്. അത്ര വൃത്തിയായിട്ട ഏർപ്പാടാണ്. പക്ഷേ അത് അടിക്കണത് ആരാ? എഴുതി കൊടുത്തതല്ലേ അടിക്കണത്. ആരാ അത് എഴുതി കൊടുക്കുന്നത്? എന്നിട്ട് ഓരോരുത്തരും മരിച്ചാലും അവരുടെ പേരിൽ മൗലൂദും ഇങ്ങനെ ഉണ്ടാകുകയാണ്. അപ്പൊ തലയണ വലുപ്പത്തിൽ ഇങ്ങനെ കട്ടിക്കൊട്ടി വരികയാണ്. അപ്പൊ 66 വക, 133 വക ഒന്നും അംഗീകരിക്കാൻ അവർ തയ്യാറില്ല എന്നിടത്താണ് സുഹൃത്തെത്തിയത്. അവസാനം മുസ്ലിം ഐക്യവേദിയിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഒരു സെബീന ഉണ്ടെന്നു. ഉസ്താദെ, 90 വയസ്സായ എൻ്റെ വല്യമ്മ ഓതിന്നത്. അപ്പൊ ഇതിന് പലതിലും പല തെറ്റുണ്ട്, ഒക്കെ അംഗീകരിക്കാൻ പറ്റാന്ന് നിങ്ങൾ പറയണത്. എന്നാ ഞാൻ അത് കീറിക്കളഞ്ഞോട്ടെ, ഇതിപ്പോ ഇനി പെരേ കൊണ്ടുവച്ച ഇനി ഓതും. അത് നോക്കി അദ്ദേഹം സംസാരിക്കുന്ന കേട്ടോളി, അലവി സഖാഫി ഇടപെടുന്നത് കേട്ടോളി. ഇത് വായിച്ചു, 90 വയസ്സായ വല്യമ്മ ഇതുവരെയും വായിച്ചു.
ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതില് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതൊന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതില് വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ചത് തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റല്ലേ? അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായി എന്ന് വരാം. നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ ഇത് തെറ്റാണെന്ന്? അപ്പൊ ഉസ്താദെ ഇതിന് തെറ്റിട്ട് നമ്മളെ വീട്ടുകാർക്ക് അറിയണില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, പരിപാടി വെക്കണം. പിന്നെ ഒരു മിനിറ്റ്. ഒരു ചോദ്യം ഇത്രയും വർഷമായിട്ട് ഒരു 10-90 വർഷമായി, ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? കണ്ടോ? ഇതാരപ്പ ചോദ്യം ചെയ്യുന്നത്? വല്ലപ്പുഴയിലെ സുന്നികളായ സാധാരണക്കാര്, അവിടുത്തെ യൂണിയൻകാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ പാടെ കൂടി ഉണ്ടാക്കിയതാ മുസ്ലിം ഐക്യവേദി. അവർക്ക് മനസ്സിലായി മുസ്ലിയാക്കന്മാർക്ക് ധൈര്യമല്ല. ഏത് വക എടുത്താലും പറയും അത് ഞങ്ങൾ അംഗീകരിക്കൂല. അവസാനോട് പറഞ്ഞു ഒരു വക നിങ്ങൾ അംഗീകരിക്കണമെന്ന് വാദപ്രതിവാദം വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞിട്ട് വാദപ്രതിവാദം തന്നെ സുഹൃത്തുക്കൾ അവർ ഒഴിവാക്കി. സാധാരണ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന 12ഓളം മൗലൂദിന്റെ പേര് മധ്യസ്ഥം വായിച്ചു കൊടുക്കുന്നുണ്ട്. ഉസ്താദ് ഞങ്ങൾ ഏതാതിൽ അംഗീകരിക്കാൻ മൂപ്പര് നീലബുക്ക് ഉയർത്തി കാണിക്കില്ലേ? അത് കാന്തപുരം സുന്നികൾ ഈ അടുത്ത കാലത്ത് മർക്കസിൽ നിറക്കിയ സഹീഹാക്കപ്പെട്ട മൗലിദുകൾ തന്നെ ഓലിറക്കിയതാ. അപ്പൊ അയാൾ ചോദിക്കുന്നത് 90 കൊല്ലായ വല്യമ്മ, അതല്ല 90 കൊല്ലം ജീവിച്ചെന്റെ വല്യമ്മ ഓതിയതാ. അത് ഈ കഴിഞ്ഞ 90 കൊല്ലത്തിനടക്ക് ഈ മൗലിദ് കിതാബിൽ ഇന്ന തെറ്റുണ്ട് എന്ന് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോ? ഇപ്പൊ മുജാഹിദീങ്ങൾ വന്ന് പ്രസംഗിച്ച് അവസാനം വാദപ്രതിവാദത്തിന് ചർച്ച വന്നപ്പോഴല്ലേ നിങ്ങളിത് പറഞ്ഞത്? ഇത്ര കാലങ്ങൾ എന്തേത് ജനങ്ങളോട് പറയാതിരുന്നത്? അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ഇത് വായിച്ച് എത്ര ആളുകൾ മരിച്ചുപോയി, അവരൊക്കെ സ്ഥിതി എന്താണ്? ഇത് ഇസ്ലാമിനെതിരാണ്, തൗഹീദിനെതിരാണ്. അതുകൊണ്ടുള്ളപ്പോൾ പറ്റൂല നിങ്ങൾ പറയുന്നത്, ചർച്ചയ്ക്ക് വെക്കാൻ തയ്യാറില്ല. എന്നാ ഇത് വായിച്ച് മരിച്ചുപോയ ഈ മൗലൂദ് ഓതി മരിച്ചുപോയ സ്ഥിതി എന്താണ് ഉസ്താദേ? നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കണ്ടോ? ഇങ്ങനെ ഇവര് ചോദ്യം ചെയ്യാന് ഇവിടുത്തെ സുന്നി സാധാരണക്കാർക്ക് പോലും സാധിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ ഫലമായിരുന്നു. ഇനിയും കേട്ടോ, നിങ്ങൾ മധ്യസ്ഥൻ ചോദിക്കാണ്, ഉസ്താദിനോട് ചോദിക്കാൻ, ഞാൻ അതിന്റെ പേര് വായിക്കാം ഉസ്താദെ, ഇതിൽ ഏതാണ് പറ്റും പറ്റൂല നിങ്ങൾ പറഞ്ഞു തരണം. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം.
ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസൻജി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ ഹമീദ് മൗലിദ്, 7 ഷറഫലന മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മുഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ് ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകളിൽ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട്? 12 മൗലിദ് കേരളത്തിൽ എല്ലാവർക്കും പരിചയമുള്ള 12 മൗലിദ് മുസ്ലിം ഐക്യവേദിക്കാർ വീട്ടിൽ നിന്നുണ്ടെന്ന സബീലിന്ന് വായിച്ചു കേൾപ്പിക്കുക. അപ്പൊ ഇയാൾ എന്താണ് ഈ അടുത്ത കാലത്ത് കാന്തപുരത്തിന്റെ കൂടാരത്ത് നിന്ന് ഇറക്കിയിട്ടുള്ള സഹിയാക്കപ്പെട്ട മൗലിദ് എന്ന നീലക്കിതാബ് എടുത്ത് കാണിക്കുക. ഈ നീലക്കിതാബില്ലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. മുസ്ലിം ഉമ്മത്ത് നിങ്ങളെ നീലക്കിതാബിലുള്ള മൗലിദാണോ ഓതുന്നത്? തന്നെ ഇവിടുത്തെ സമസ്തക്കാരായി വന്നിട്ടുള്ള EK, എല്ലാ വിഭാഗം ആളുകൾ എടുത്തു നോക്കിയാലും ഈ 5 കൊല്ലത്തിനിടയ്ക്ക് ഇവരിറക്കിയ ഈ സഹിയാക്കപ്പെട്ട മൗലിദിന്റെ കിതാബ് എത്ര ആളെ കയ്യിലുണ്ടാവും? ഈ നാട്ടിൽ നടന്നു വരുന്ന മൗലിദ് കിതാബുകളിൽ ഉള്ള വൈരുദ്ധ്യങ്ങളും ഖുർആൻ ഹദീസ് വിരുദ്ധ ആശയങ്ങളും ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ഉത്തരം മുട്ടിപ്പോയി, മറുപടി പറയാൻ കഴിയാതെയായി. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മൗലിദ് ശുദ്ധീകരിച്ചെടുത്തിരിക്കുക. ബാക്കി 7 പരിശോധന കഴിഞ്ഞിട്ടില്ലാന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ആയിരം സക്കാഫികളുണ്ട് ഓരോ കൊല്ലം. ഒരു മൗലൂദ് പരിശോധിക്കാൻ 4 സക്കാഫി ഇരുന്നാ പോരെ? അങ്ങനെ വീതിച്ചു കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് പരിശോധന കഴിയൂലേ? ഇതുവരെയും പരിശോധിച്ച് തീർന്നില്ല. നിങ്ങൾ പരിശോധിച്ച അവസാനം ഉള്ളി തോലൊളിച്ച മാതിരി ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല അവസാനം. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ ഏതോ കാലഘട്ടത്തിൽ ഷിയാക്കൾ ഉണ്ടാക്കിയത് പിൽക്കാലത്തിൽ ഓരോരുത്തർ എഴുതി കൂട്ടിയത് ആളും അഡ്രസ്സും ഇല്ലാത്ത ഇതൊക്കെ. ഇപ്പൊ സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഉണ്ട് പറഞ്ഞു. എന്താ സംഗതി എന്നറിയങ്ങള്? സിദ്ദീഖ് മൗലിദില് ഒരു കഥ ഉണ്ട്. ഒരിക്കലൊരു പെണ്ണ് ഈന്തപ്പന വീണത് സ്വപ്നം കണ്ടു.
അപ്പൊ അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു യാത്രയിലാണ്. റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ അങ്ങനെ ഈന്തപ്പന തടി മറിഞ്ഞു വീണത് കണ്ടിട്ടുണ്ട്, എന്താ അതിന്റെ വ്യാഖ്യാനം? അപ്പൊ എന്റെ ഭർത്താവാണെങ്കിൽ യാത്രയിലുമാണ്. അപ്പൊ നബി പറഞ്ഞു, നിന്റെ ഭർത്താവിന് തിരിച്ചു വരൂല. പെണ്ണ് വിഷമത്തോടു കൂടി ഇങ്ങനെ പോരുമ്പോ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. നബി പറഞ്ഞ വർത്താനൊന്നും പറയാതെ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ വിവരണം എന്താന്ന് വെച്ചു. നിന്റെ ഭർത്താവ് തിരിച്ചു വരുന്നാണ്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. സിദ്ദീഖുൽ അക്ബർ പറയുന്നു വരുന്ന്, നബി പറയുന്നു വരൂല. കുറെ കഴിഞ്ഞ് പെണ്ണിങ്ങനെ ഉറക്കം വരില്ല, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ വാതില് മുട്ടുന്നു. നോക്കുമ്പോ തുറന്നു നോക്കുമ്പോ ഭർത്താവ്. എന്താ പടച്ചോനെ, റസൂല് വരൂലാർന്ന ആള് ഇതാ വന്നിരിക്കുന്നു. നേരം വെളുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സിദ്ദീഖ് അക്ബർ ഇങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് അക്ബർ പറഞ്ഞാണല്ലോ പെടുന്നത്. അപ്പൊ നബി കുറച്ചേരം ഇങ്ങനെ തല ആത്തിരുന്നിട്ട് പിന്നെ തല എടുത്തിട്ട് പറഞ്ഞു, സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നത് അള്ളാഹ്ക്ക് ലജ്ജയാണ്, അതുകൊണ്ടാണ്. അപ്പൊ നബിന്റെ വായിലൂടെ കളവ് വന്നാൽ കുഴപ്പമില്ല, നബിയെക്കാളും വലുത് അപ്പൊ സിദ്ദീഖ്. നോക്കണങ്ങള്. അപ്പൊ ഇത് ആര് കടത്തി കൂട്ടിയതാ? ഇത് അതിലുള്ളത് തന്നെയാണ്. പക്ഷെ മറുപടി അറിയാൻ കഴിയാത്തോണ്ട് ഇപ്പൊ അത് ഒഴിവാക്കി. സിദ്ദീഖ് മൗലൂദിനെ ഇവര് തള്ളിയിട്ട് കാര്യമല്ല. ഈക്കക്കാര് പറഞ്ഞെന്താ അറിയോ, അത് ശരിയായ കഥയാണെന്നാ. നിങ്ങൾ സഹിയാക്കപ്പെട്ട മൗലൂദല്ല, എല്ലാ മൗലൂദും ഞാൻ സത്യാണെന്നാ ഞങ്ങൾ പറയുന്ന. തെരീക്കത്തേര് പറയുന്നുണ്ട് എല്ലാം. ഈ കെ ബുക്കസ്റ്റിയുടെ പേരുണ്ടാക്കിയ മൗലൂദ് വരെ ഞങ്ങള് സത്യസമ്പൂർണ്ണാണെന്നാണ് തെരീക്കത്തേര് പറഞ്ഞത്. പൂലോട് പൈസ പറഞ്ഞത് കേട്ടോളൂ. നിങ്ങൾ നടത്തുന്ന സംവാദത്തിന്റെ പോരിശ പറയാൻ നാദാപുരത്തേക്കൊന്ന് പോയാൽ മതി. ഏതെങ്കിലും അവസ്ഥകളിലേക്ക് നിങ്ങൾ നടത്തിയ ഖണ്ഡനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി. അതേ സിദ്ദീഖ് മൗലൂദിനെ പോലും തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ളത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മാത്രമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടിക്കാരൻ സഖാഫി. മൂപ്പര് പറയുന്നു ഒന്ന് ശരിയാണെന്ന്, മറ്റേയാള് പറയുന്നു ശരിയല്ലാന്ന്. വേണ്ടി വന്നാൽ എല്ലാം ഞങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആ പ്രചരണത്തിൽ നിന്നുകൊണ്ട് ഒന്ന് മാറി നിന്നാൽ തന്നെ മതി. ഈ സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും തന്നെ കൊളമാവൂല. മറുപടിയായിക്കൊണ്ട് മലപ്പുറത്തിന്റെ ചരിത്രം തന്നെ ഉണ്ടല്ലോ, തെളിവായിക്കൊണ്ട്. അതെ, ഇവിടെ എങ്ങനെയാണ് വഹാബിസം വളർന്നത്? നിങ്ങളുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. പലരും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാറുണ്ട്, പലരും ഭീഷണികൾ മുഴക്കാറുണ്ട്. അതെ, ഈങ്ങാപ്പുഴയിൽ മുജാഹിദ് വിഭാഗം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പരിപാടി കയ്യേറി. അതുകൊണ്ട് എന്തുണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതുപ്പാടി പഞ്ചായത്തിൽ വേരൂന്നലില്ലാതിരുന്നിട്ടും നിങ്ങൾ വളം വെച്ചു കൊടുത്തു. നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു കൊടുത്തു. നിങ്ങൾ ഈ ഏർപ്പാട് നിർത്തിക്കൊണ്ട് പോയാൽ തന്നെ മതി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ആളുകൾ ഒഴുകി വരും. നമ്മളെ വളർത്തുന്ന ഇപ്പൊ ഏപ്പിക്കാരാണെന്ന് ഐക്യക്കാര് പറയണത്. നമ്മള് പരിപാടി കയ്യേറും, ഒച്ചുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. അപ്പൊ ആളുകൾ അന്നതൊന്നും പഠിക്കണല്ലോ പറഞ്ഞ ആളുകൾ വരും. അപ്പൊ കൂടുതൽ മുജാഹിദുകൾക്ക് വേരുണ്ടാകുന്നു. അപ്പൊ സിദ്ദീഖ് മൗലൂദിനെ തള്ളുന്നത് ശരിയല്ല എന്നാ. കുറ്റ്യാടിക്കാരൻ സഖാഫി തള്ളുന്നില്ല, പേരോട് തള്ളുന്നു. അലവി തള്ളിയത് ഇപ്പൊ നിങ്ങൾ കണ്ടു. അപ്പൊ സുഹൃത്തുക്കളെ, ഉത്തരം മുട്ടുമ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കിയല്ല എന്ന് തള്ളുക, അത് നിവൃത്തിയൊന്നുമില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ചൊല്ലി, ഇതൊക്കെ സത്യസമ്പൂർണമാണെന്ന് മനസ്സിലാക്കി ചൊല്ലി മരിച്ചുപോയ ആളുകളെ സ്ഥിതി എന്താണെന്ന് ആ മുസ്ലിം ഐക്യവേദിക്കാർ ചോദിച്ചു. അതിനെന്താ മറുപടി പറയാനുള്ളത്? എന്നിട്ടും സുഹൃത്തുക്കളെ, ഇവരതെന്താറിയോ, മാലയുടെ കാലം, മൗലീദിന്റെ കാലം, നബീസത്ത് മാല ചൊല്ലി പ്രസവിപ്പിച്ച കാലം, ആ കാലം ഇനി തിരിച്ചു വരുമോ എന്നൊരു മുസ്ലിയാർ സ്വപ്നം കാണുന്നത് കണ്ടോളി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. കണ്ടോ, മാലയുടെ കാലം, മൗലീദിന്റെ കാലം, എത്ര സുന്ദരമായ കാലം. നബീസത്ത് മൗലീദ് ചൊല്ലി പ്രസവിച്ചിരുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇനി അത് സ്വപ്നത്തിലല്ലാതെ ഉണ്ടാകുമോ? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനി അത് തിരിച്ചു വരുമോ? നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആശുപത്രിയിൽ പോലും ഇപ്പോ നബീസത്ത് മാല ചൊല്ലി പ്രസവിപ്പിക്കുന്ന ഒരു സെക്ഷൻ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇനി അതേ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഇനി കിനാവ് കാണാൻ പറ്റും. പഴയ ഖുറാഫാത്തുകൾ നിലനിന്നിരുന്ന കാലം. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. ഇതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനം തകരട്ടെ എന്നും പറഞ്ഞിട്ട് ജിന്നെങ്കിൽ ജിന്ന് ചാടി കൊത്തുക.
അവനാന്റെ അടിസ്ഥാനം കൂടി മറന്നിട്ടാ ചാടിക്കൊത്തുന്നത്. മടവൂരുണ്ടാക്കിയ കള്ളക്ലിപ്പുമ്മല് ഞങ്ങൾ ദിക്റിനെ എതിർക്കുന്നു, സലാത്തിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇളക്കി വിട്ടു. ഞങ്ങൾ ദീന് പൊളിക്കാൻ വന്ന ആളുകളാണ്. ഞങ്ങൾ ഒരു ദിക്റിനെയും ഖുർആനിലും ഹദീസും തിരപ്പെട്ട ഒരു ദിക്റിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല, ഒരു സ്വലാത്തിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മത്തെയും മുജാഹിദുകൾ ഇന്നുവരെ എതിർത്തിട്ടില്ല. പക്ഷെ പിൽക്കാലത്തെ ദീനിൽ കടത്തിക്കൂട്ടിയ തരീഖത്തുകാരും ഷിയാക്കളും ഒക്കെ കടത്തിക്കൂട്ടിയ പല ദിക്റുകളും പല കോപ്രായത്തങ്ങളുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു, അത് ജനങ്ങൾ ഉൾക്കൊണ്ടു. ഇപ്പൊ നിങ്ങൾ നോക്കി, കോഴിക്കോട് ജില്ലയിൽ തന്നെ നടന്ന ഒരു ഷാദുലി റാത്തീബിന്റെ ഒരു ഭാഗത്ത് കണ്ടോളി. ഒരു തരീഖത്തിന്റെ പേരിലുള്ള റാത്തീബ. കാറ്റടിക്കുക, റാത്തീബാണ് റാത്തീബ്. ആ മോഹിനിയാട്ടം. ആ ടീം മാനേജറാണ് തുള്ളിക്കളിക്കല്. ഒക്കത്തിനെയും കുതിരോട്ടത്ത് കൊണ്ടോണം. അത് കുറെ നേരമുണ്ട്. ഒരാൾ മുജാഹിദായപ്പോൾ സുന്നിയാക്കാൻ വേണ്ടി കുടുംബക്കാർ കൊടുത്തയച്ചതാ. ഇജാതി ഇബാദത്തൊക്കെ വിട്ടല്ലേ ഇജ്ജ് പോയത്, അങ്ങനെ കേസ് ഞാൻ കിട്ടിയത്. അല്ലെങ്കിൽ കേസ് കിട്ടൂല. ഇത്രയും വലിയ പ്രധാനപ്പെട്ട ഇബാദത്തൊക്കെ വിട്ടല്ലേ ഇജ്ജ് സുന്നത്ത് ജമാഅത്തിന്ന് പോയത്, ഇങ്ങോട്ട് തിരിച്ചു പോകാൻ കൊടുത്തയച്ചതാ ഗൾഫിക്ക്. ഇങ്ങനെയുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിനൊക്കെ ഞങ്ങൾ എതിർത്തത്. ഇതൊന്നും പറയാൻ പെടാ ആരുമില്ല. മുജാഹിദ് പ്രസ്ഥാനം തകർന്നു കിട്ടിയ ഇവർ കാണിക്കുന്ന മുഴുവൻ താന്തോന്നിത്തങ്ങളും മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാര്, വിവരമില്ലാത്ത സാധാരണക്കാര് അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തകരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കള് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവരും ഏറ്റുപറയാണ്. കണ്ടോ, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഇസ്തിഗാസ അതില്ലെങ്കിൽ ഈ പറഞ്ഞ സുന്നത്ത് ജമാഅത്ത് ഇല്ലല്ലോ. അപ്പൊ അതിനെ ഞങ്ങൾ എതിർത്തു, പ്രമാണങ്ങൾ കൊണ്ട് എതിർത്തു, വാദപ്രതിവാദങ്ങളിലൂടെയും ഖണ്ഡന പ്രസംഗങ്ങളിലൂടെയും എതിർത്തു. അപ്പൊ പിന്നെ എന്താക്കിയെന്നറിയോ, ഇപ്പോൾ പുതിയ ആരോപണവുമായി 2002 മടവൂർ വിഭാഗം പുറത്തു വന്നു, നിങ്ങൾ ശിർക്കിലേക്ക് പോയി. കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ മറുപടി കൊടുത്തു, ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല. അന്ന് ഈ മടവൂരികൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തെ ആരാ ഇവിടെ കൊണ്ടു നടന്നിരുന്നത്? മുസ്ലിയാക്കന്മാര് തന്നെ. കണ്ടോ, നിങ്ങളാളുകൾ തന്നെ പറയുന്നു നിങ്ങൾ ശിർക്കിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചെന്ന് മറുപടി കൊടുത്തു, ശിർക്കിലേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 10 വർഷം 2002 മുതൽ 2012 വരെയുള്ള കഴിഞ്ഞ 10 വർഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ചയുടെ ഗ്രാഫ് രേഖപ്പെടുത്തിയ വർഷമാണ്. എറണാകുളം സമ്മേളനം, ചങ്കരംകുളം സമ്മേളനം, 2 സാൽവേഷനുകൾ, വിവിധങ്ങളായ കാമ്പയിനുകൾ മുജാഹിദുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് സ്വാധീനമുണ്ടാക്കിയ വർഷങ്ങളാണ്. ജിന്നും ശൈത്താനും പറഞ്ഞ് മടവൂർ വിഭാഗം ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുളം തോണ്ടാമെന്ന് കരുതിയെങ്കിലും അത് വിജയിച്ചില്ല, ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ 2011 വന്നപ്പോൾ പുതിയ ഇട്ടു. ആ ആരോപണം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഏറ്റെടുത്തു. ഇപ്പൊ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയിരിക്കുന്നു. ഞാൻ അന്ന് മുതൽക്ക് മടവൂർ വിഭാഗം ഈ ആരോപണം ഉന്നയിച്ച അന്ന് മുതൽ പറയുന്നുണ്ട്, നിങ്ങൾ തെളിവ് കൊണ്ടുവാ, ഇത് ഗുരുതരമായ ആരോപണമാണ്, അതിന് തെളിവ് കൊണ്ടുവാ. അതാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാരും ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ നടത്തിയ ഒരു വെല്ലുവിളി, ഒരുപാട് സ്ഥലങ്ങളിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു വെല്ലുവിളിയുടെ ഉദാഹരണം നിങ്ങളൊന്ന് കണ്ടോളൂ. വെല്ലുവിളിക്കുന്നു, 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കുന്നു. മടവൂരികളാകട്ടെ, അവരെ പിൻപറ്റുന്ന ഹുബൂരികളാകട്ടെ, അവരെ വാക്ക് വിശ്വസിക്കുന്ന വേറെ ഏതെങ്കിലും ആളുകളാകട്ടെ, അവരോടൊക്കെ ആരാണിത് പറഞ്ഞത്? ജിന്നുകളെയും മലക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മുജാഹിദ് ആരാണ്? അയാളെ പേര് പറഞ്ഞോണ്ടാ? അയാൾ പ്രസംഗിച്ച ക്ലിപ്പ് കൊണ്ട് കൊണ്ടുപോവാ, അയാൾ എഴുതിയ ലേഖനങ്ങൾ കൊണ്ടുപോവാ, അയാൾ അപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്ത് പുറത്താക്കണ്ടേ? വെച്ചേക്കാൻ പറ്റുമോ? എന്താ ഈ പറയണത്? തൗഹീദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് പ്രസംഗിക്കേ, ശിർക്കിന് വേണ്ടി എഴുതിയേ,
പച്ച കള്ളം പറയാ, പള്ളം പറയാ ഒരു മടിയില്ലാത്ത മനുഷ്യന്മാര്. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല, കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല, ആര് കൊണ്ടെന്നാലും സമ്മതം. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ജിന്നിനോട് വിളിച്ചു തേടാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. എവിടെ മടവൂരി കൊണ്ടുവാ, കേസറ്റിന്റെ കാര്യം പിന്നെ ഓനെ കാണൂല. എവിടെയോ കേസറ്റ് കൊണ്ടുവാ. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു, അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു, അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു, അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം നേടാം എന്ന് പറഞ്ഞ ക്ലിപ്പ്, ഒരു ലേഖനം. ഇങ്ങനെ നിരവധി സ്റ്റേജുകൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകാ തെളിവ്. കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇത് ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ മടവൂർ വിഭാഗത്തിന് സാധിച്ചില്ല, അത് ഏറ്റുപിടിച്ച കുബൂരികൾക്കും സാധിച്ചില്ല. വേറൊരു കൂട്ടരുണ്ട് ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തില്, അവർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധിക്കൂല. ആരാ ശിർക്കാരോപണം നടന്നത്? ചോട്ട നേതാക്കളല്ല, സംസ്ഥാന നേതാക്കൾ. പാമരന്മാരായ ആളുകളെ വിളിച്ചു കൂട്ടിക്കിട്ട് കേരള ജംഇയ്യത്തുൽ ആദർശ വിശദീകരണം എന്നും പറഞ്ഞിട്ട് പച്ചക്കള്ളം സ്റ്റേജിൽ കയറി പറയാണ്. ഹംദും സ്വലാത്തും ചൊല്ലി നേതാക്കന്മാര് പറയുന്നതല്ലേ സത്യമായിരിക്കും എന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചു. 1.5 കൊല്ലം ഞങ്ങൾ ക്ഷമിച്ചു. ഈ സംഘടനയിൽ ഇനിയും ഒരു പിളർപ്പ് വരരുതല്ലോ, ഒരു പ്രശ്നം വരരുതല്ലോ എന്നൊക്കെ 2011 ജൂൺ മുതൽ ആരംഭിച്ച ആദർശ വിശദീകരണ യോഗങ്ങൾ കേട്ട് ഞങ്ങൾ സഹിച്ചുമിണ്ടാതിരുന്നു. 6 മാസത്തോളം എന്റെ വായ മൂടിക്കെട്ടി, എനിക്ക് പ്രസംഗത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പക്ഷെ എന്താ ഉണ്ടായത്? വീണ്ടും വീണ്ടും ആരോപണം നടത്തി. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്നെ പുറത്താക്കിക്കോട്ടെ, പ്രശ്നമല്ല. സംഘടനയിലും എത്രപ്പാടും അധികാരവും കയ്യിലുള്ളവർക്ക് ആരെയും പുറത്താക്കാം. പക്ഷെ ശിർക്കാരോപിച്ചു, അതാ പ്രശ്നം. പത്രങ്ങൾക്ക് കൊടുത്തു, അതാണ് പ്രശ്നം. നിങ്ങൾ കേട്ടോളൂ, ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പിളർപ്പിൽ മധ്യസ്ഥനായി വന്ന് പ്രസിഡന്റായി മാറിയ കടലുണ്ടിക്കാരൻ്റെ ഒരു നേതാവ് അബ്ദുള്ള കോയ മദനി, അയാൾ പറയുന്നിട്ടുള്ളൂ, മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല. ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജംഇയ്യത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്നോട് പറയാം മൂപ്പര് വിശ്രമിക്കാൻ. 1.5 കൊല്ലം വിശ്രമിപ്പിച്ചിട്ട് ഞാനൊന്ന് വിശദീകരിക്കാൻ 2-3 സ്ഥലത്ത് ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്ക് മൂപ്പർക്ക് ബേജാറ് തുടങ്ങി. കണ്ടോ എന്താ പറഞ്ഞത്? സഹായിക്കാൻ ആളുമില്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വിജനമായ സ്ഥലങ്ങളിൽ, അവിടെ ഉണ്ടോ ഇല്ല എന്നൊന്നും ഉറപ്പില്ലാത്ത ജിന്നിനെ വിളിച്ച് സഹായം തേടാം, അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പ്രസംഗിക്കുന്നു. മണിക്കൂറൊന്നും വേണ്ട TP, ഒരു 1/2 മിനിറ്റ് ക്ലിപ്പൊക്കെ കാണിക്കാൻ പറ്റുമോ? മണിക്കൂറുകൾ ഇത് അനുവദനീയമാക്കി പ്രസംഗിക്കുന്ന ഞങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു 1/2 മിനിറ്റ് ക്ലിപ്പ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കോ? ഞങ്ങൾ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചു. ആണത്തമുണ്ടെങ്കിൽ, അല്ല ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ആ വീരുടെയൊക്കെ താങ്ങി നടക്കുന്ന ചില ആളുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ, അറ്റയും തറ്റയുമായി. അവരോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളൊന്ന് കൊണ്ടുപോവാ ക്ലിപ്പ്. ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ പ്രദർശിപ്പിക്കാൻ തയ്യാറാണ്. എത്ര സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചു, കൊണ്ടുവരാൻ സാധിച്ചോ സുഹൃത്തുക്കളെ? അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ പാടില്ലെന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന, അതിനുവേണ്ടി കഴിഞ്ഞ 30 വർഷമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. എത്രയോ വാദപ്രതിവാദങ്ങൾ ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2006 മുതൽ എന്നെ തിരുത്താനുള്ള നടപടികൾ തുടങ്ങിയെന്നും 23ഓളം നടപടിക്രമങ്ങൾ നടത്തിയെന്നും പറയുന്നത്. അതിനുശേഷം എന്റെ വാദപ്രതിവാദത്തിന് അയച്ചിട്ടില്ലേ? ഖണ്ഡന പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടില്ലേ? ഈ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഫത്വ ബോർഡിൽ ഞാൻ മെമ്പറായിരുന്നില്ലേ?
അന്നൊക്കെ എന്നോട് എന്തുകൊണ്ട് ഇത് തിരുത്തി പറഞ്ഞില്ല? എനിക്കതിൽ കുറ്റപത്രം ഉണ്ടാക്കി നടക്കുന്ന ആളുകൾ കുറ്റപത്രം ആദ്യം കേൾപ്പിക്കേണ്ടത് കുറ്റം ചെയ്ത ആള്. എനിക്കിതുവരെ കുറ്റപത്രം കാണിച്ചിട്ടില്ല, എന്നെ കാണിക്കണ്ടേ? ഏത് സാധാരണ കോടതിയിൽ പോലും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ആ ഒരു നാടൻ മര്യാദ പോലും ഇവിടെ പാലിച്ചില്ല. ഒരു വലിയ മതസംഘടനയാകുമ്പോൾ സത്യവും നീതിയും ഒക്കെ ഏറെ പാലിക്കുന്ന പണ്ഡിതന്മാരെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാകുമ്പോൾ അസാമാന്യ നീതിയെങ്കിലും പാലിക്കണ്ടേ? അത് പാലിച്ചില്ല. ഇനി നിങ്ങൾ നോക്കൂ, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ, അയാൾ പറയുന്നത് കേട്ടോളൂ. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസ്യമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടർ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വരുന്നു. പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾ ആരാണ് ജിന്നിനെ വിളിച്ച് സഹായം തേടാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? എത്ര സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഈ പച്ച കള്ളം പറഞ്ഞ് നടക്കുന്നത്? എത്ര സീഡികളാണ് നിങ്ങൾ ഇറക്കിയത്? ഒരേ യോഗത്തിൽ വെച്ചാണ് ഈ ശിർക്കാരോപണം നടത്തുന്നത്. യാതൊരു തെളിവുമില്ലാതെ ശിർക്കാരോപണം നടത്തുകയാണ്. ഇത് കൊണ്ടുവന്നത് മടവൂരികളാണ് 2002. അത് ഏറ്റുപറഞ്ഞത് കുബൂരികളാണ്. ഇപ്പോൾ അത് ഏറ്റുപിടിച്ചത് നവമടവൂരികൾ എന്ന് ഞങ്ങൾ പേരിട്ട ഈ വിഭാഗമാണ്. എന്നാ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആദർശ വിശദീകരണവും കൊണ്ടങ്ങ് ഇറങ്ങിയപ്പോൾ ഇവർക്ക് നിക്കക്കള്ളിയില്ലാതെയായി. അവസാനം തിരുവനന്തപുരത്ത് മുജാഹിദ് ചുണക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ഇത് തെളിയിച്ചിട്ടേ നിങ്ങളെ വിടൂ, സത്യം ചെയ്യിപ്പിച്ചിട്ടേ നിങ്ങളെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഈ ശിർക്കാരോപകന്റെ നേതാവ് ഹനീഫ കായക്കൊടി പറഞ്ഞു, ഇല്ല, സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല, ജബ്ബാർ മൗലവി തുറക്കൽ അദ്ദേഹത്തിന് അങ്ങനെ വാദമില്ല എന്ന് പറയാണ്. അതോ 1.5 വർഷത്തിലധികം ഇത് ഉണ്ടെന്നും പറഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ച് മുജാഹിദുകളെ ചേരി തിരിച്ച് 2 ചേരിയാക്കി സംഘടന പിടിച്ചെടുത്തു. കഴിഞ്ഞ KNM ഇലക്ഷനിൽ കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, മുജാഹിദുകളെ വ്യക്തമായി ചേരി തിരിച്ചിട്ട് നാണമില്ലാതെ മുജാഹിദുകളെ മുമ്പിൽ വെച്ച് പറയാണ് സക്കരിയ സലാഹിക്ക് വാദമില്ല. കേട്ടോളൂ അയാൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അതാണ് ഇപ്പൊ എന്റെ അപകടകരമായ വാദം. നിങ്ങൾ കണ്ടോ, നേരത്തെ ബഷീർ ഡോക്ടർ പ്രസംഗിച്ചതും അതുപോലെ തന്നെ TP പ്രസംഗിച്ചതും ഞാൻ അവിടെ കേൾപ്പിച്ചു. അതിന്റെ പിന്നിലിരിക്കേണ്ട ഈ ചങ്ങായി, ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ വന്നിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വാദിക്കും. ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് തെളിയിക്കാൻ പോയാൻ അവന്. ഈ ഹനീഫ കായക്കൊടി അനസോടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അദ്ദേഹത്തിന് അങ്ങനെ വാദെല്ലാം തിരുത്തി കൊടുക്കണ്ടേ? TP നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞിട്ടില്ല, 1-2 മാസം ആയപ്പോഴേക്ക് തിരുവനന്തപുരത്ത് മാറ്റി പറയാണ്.
മാറ്റി പറയേണ്ടി വന്നു. കാരണം തെളിയിക്കാതെ കുട്ടികൾ വിടൂല എന്ന് പറഞ്ഞു, വളഞ്ഞു വെച്ചു, സത്യം ചെയ്യാത്ത നിങ്ങൾ വിടൂല. അപ്പൊ സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, സഹായം തേടാമെന്ന് വാദമില്ല, എവിടെയെങ്കിലുള്ള ജിന്നിനോട് ഭൗതിക കാര്യം ചോദിക്കാമെന്ന് സക്കരിയ സലാഹിക്ക് വാദമില്ല. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറയാനൊന്നും വാദമില്ല. പിന്നെ തൊട്ടടുത്തുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കാമെന്ന് വാദമുണ്ടോ? അതുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് വാദമുണ്ട്. കണ്ടോ? അപ്പൊ ഒരു ജിന്നിനോടും ഒന്നും ചോദിക്കാൻ പാടില്ലെന്നാണ് എന്റെ വാദമെന്ന് ഈ വാദം കൊണ്ടുവന്ന ശിർക്കാരോപണം കൊണ്ടുവന്ന ഹനീഫ് കായക്കൊടി തന്നെ സമ്മതിക്കുകയാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. പച്ചക്കള്ളം പറഞ്ഞ് മുജാഹിദുകളെ ചേരി തിരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര നേതൃത്വം പിടിച്ചെടുത്ത് ജില്ലാ കമ്മിറ്റികളിലും മണ്ഡലം കമ്മിറ്റികളിലും അധികാരമുറപ്പിച്ചത് ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ്. ഒരു കൂട്ടർ ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, സഹായം തേടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അവസാനമൊക്കെ കയ്യിലായതിനു ശേഷം ഗതികെട്ടപ്പോ ഗത്യന്തരമില്ലാതെ സമ്മതിക്കാണ്. അല്പമെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തോട് കൂറ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നേതാക്കന്മാര് പറഞ്ഞ കള്ളം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട്, ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന സംഘടനാവാദികളോട് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, എനിക്കങ്ങനെ ഒരു പുതിയ വാദവുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന്. കൊളക്കടവിലാകട്ടെ, പുഴക്കടവിലാകട്ടെ, വിജനപ്രദേശത്താകട്ടെ, ജനപ്രദേശത്താകട്ടെ, ഏത് സ്ഥലത്തും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അവനോട് മാത്രമേ പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള സഹായതേട്ടം നടത്താവൂ. ഇനി ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ ജിന്നിനോട് ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹുവോ റസൂലോ അത് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഹാളറായ ജിന്നാകട്ടെ, ഗായിബായ ജിന്നാകട്ടെ, അടുത്തുള്ള ജിന്നാകട്ടെ, അകന്ന ജിന്നാകട്ടെ, ഒരു കാര്യവും ഒരു ജിന്നിനോടും ചോദിക്കാൻ പാടില്ല, ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആരോട് ചോദിച്ചാലും അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെതിരായി ഒന്നും തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പച്ച കള്ളം മാത്രം പറയാണ്. പുറത്തൊക്കെ അങ്ങനെ പറയും, ഓലെ മനസ്സിലുണ്ട് ഞങ്ങളാ പറയല്. അള്ളാഹു അങ്ങള് തന്നെ. എന്നാ പിന്നെ നിങ്ങൾ മൊയ്തീൻ ശൈഖിന്റെ മാതിരിയല്ലപ്പോ. ഖുറാബികൾ വിശ്വസിക്കുന്നത് മൊയ്തീൻ ശൈഖിന് അങ്ങനെ മറിഞ്ഞ കാര്യം കൽബകത്തുള്ളതും കണ്ണ് കാണാത്തൊക്കെ അതുപോലെ ഇപ്പൊ വാദിക്കണേ നിങ്ങൾ തന്നെ. സുഹൃത്തുക്കളെ, ഞങ്ങളെ മനസ്സിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഈ മനസ്സ് തുറന്നു കാണിച്ചെടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പുറത്ത് പറയുന്നതല്ലേ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ വാദമുണ്ടോ എന്ന് പറയേണ്ട ആള് ഞാനാണ്. ഇപ്പൊ ചേകനൂരിനൊരു വാദമുണ്ട് നമ്മൾ പറയാൻ കാരണം എന്താ? 3 വക്ത നിസ്കാരം ചേകനൂരിന് വാദമുണ്ട്. ചേകനൂർ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി അയാൾക്ക് ആ വാദമുണ്ട്. അതുപോലെ ഓരോരുത്തർ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് വാദമുണ്ട്. എന്താ കാരണം? അവരങ്ങനെ എഴുതി പ്രസംഗിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഒരു വാദം ഉണ്ടെങ്കിൽ ആ വാദം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യും. അതല്ല ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വെച്ചിട്ടെന്തിനാ? സാധാരണക്കാരെ ചേരിതിരിക്കാൻ നല്ല മരുന്നല്ലേ. ഒന്നുമില്ലാതെ പേപ്പിയും ടീപ്പിയൊക്കെ അത് പറയോ? ഇതന്നല്ല ഖുറാഫികളും പറയുന്നത്. ഒന്നുമില്ലാതെ ഇപ്പൊ ഈക്കയും കണ്ണിയത്തൊക്കെ ഇപ്പൊ അത് പറയോ? ഓലിപ്പോ എങ്ങനെ നമ്മളെ നരകത്ത് കൊണ്ടുപോകോ? അങ്ങനെയാണെങ്കിൽ ഓരും പോവില്ല നരകത്തില്. ഈ പൗരോഹിത്യ തഖ്ലീദ് ഇന്ന് സംഘടനാ തഖ്ലീദായി രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളീം, നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വറസൂല അതഅന അല്ലാഹു വഅതഅന റസൂല. അവരെ മുഖങ്ങൾ ഇങ്ങനെ നരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ വിലപിക്കുകയാണ്, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെയും വലിയവന്മാരെയും അനുസരിച്ചു പോയല്ലോ, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചല്ലോ. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനം കബീറ. അവർക്ക് നീ ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ, അവരെ നീ അതിയായി ശപിക്കണേ. പൗരോഹിത്യത്തെ പിൻപറ്റുന്ന നേതാക്കന്മാരെ തഖ്ലീദ് ചെയ്യുന്നവർക്കെതിരിൽ നമ്മൾ ഓതിയ ആയത്താത്. ഇത് സമസ്തക്കാർക്ക് മാത്രം ബാധകമായ ആയത്ത ആണോ? അല്ലെങ്കിൽ വടവൂരികൾക്ക് മാത്രം ബാധകമായ ആയത്ത? അങ്ങനല്ലല്ലോ, എല്ലാവർക്കും ബാധകമായ ആയത്താണിത്. ഇത് പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റിയ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം കണ്ടോ? ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞതാ, ഈ നേതാക്കന്മാർ പറഞ്ഞിട്ടാ ഞങ്ങൾ വിശ്വസിച്ചെന്ന് പറയുമ്പോൾ അവരൊഴിഞ്ഞു മാറും. ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവരുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും.
വഖാലല്ലദീന തബഉ, പാവപ്പെട്ട അനുയായികൾ അവിടെ വെച്ച് വിലപിക്കും, ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും, ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കമുണ്ടായിരുന്നെങ്കിൽ ഇന്നിവർ ഞങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ ഞങ്ങൾ വീണ്ടും അവരെ കൈയൊഴിയുമായിരുന്നു. അങ്ങനെ അവർ പ്രവർത്തിച്ചതൊക്കെ ഖേദമായി അവർക്ക് കാണിച്ചു കൊടുക്കും. അവർ നരകത്തെ പുറത്തു കടക്കുന്നതല്ലെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നേതാക്കന്മാരെ തഖ്ലീദ് ചെയ്ത് ഈ ശിർക്കാരോപണവുമായി നടന്ന് മഹല്ലുകൾ ഭിന്നിപ്പിച്ച് ആളുകളെ ചേരി തിരിച്ച് മദ്രസക്കും പള്ളിക്കും വേണ്ടി കടിവലി കൂടി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പരലോകമായിരിക്കും. KNMന്റെ മെമ്പർഷിപ്പ് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല. KNM നേതാക്കൾ നിങ്ങളെ രക്ഷിക്കാണ്ടാവൂല. അത് മനസ്സിലാക്കിക്കോളി. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് പറയുന്നത് എപ്പോഴാ? എല്ലാ നേരത്തും ചേരി തിരിച്ചു കഴിഞ്ഞിട്ട്. ഇതേ ഹനീഫ തന്നെ പറഞ്ഞതെന്താ? അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് തേടാമെന്ന് തന്നെയാണ് വാദം. കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്കും തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. 2005 ഇറങ്ങിയ പുസ്തക അബ്ദുൽ ജബ്ബാറിന്റെ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി. അത് കഴിഞ്ഞിട്ട് എത്ര വാദപ്രതിവാദത്തിന് അദ്ദേഹത്തിന്റെ കൂടെ പോയി. എന്നിട്ട് ആ ബുക്ക് എടുത്ത് വായിച്ചിട്ട് 2012 ജാമിയയിൽ മുഖാമുഖം നടത്തിയിട്ട് പറയാണ് തേടാൻ തന്നെ വാദം. എന്താ തെളിവ്? 2005 ഇറങ്ങിയ ബുക്ക്. അതിനുശേഷം ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയില്ലേ? അതാ നൗഷാദ് ഹസൻ ചോദിച്ചത്. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല ഹനീഫ് മൗലവി, നിങ്ങൾ സെൻസിങ് എടുത്ത് വായിച്ചെന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനും കൂട്ടിയിട്ടായിരുന്നു നടത്തം. നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. ആലുവ കുന്നത്തേരിയിൽ വരുമ്പോ തന്നെ ജബ്ബാർ മൗലവി മുശ്രിക്കായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെന്തിനാ തലശ്ശേരിയിലേക്ക് ആ മുശ്രിക്കിനെയും കൂട്ടി വന്നത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ തനിച്ച ശിർക്കാരോപണം. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അടുത്ത് പോയി വാദപ്രതിവാദങ്ങൾക്ക് നോട്ടെടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ച് അവസാനം അദ്ദേഹത്തിന് വേണ്ടി ശിർക്കാരോപിക്കുകയാണ്. അല്ലാത്തവരോട് തേടാൻ തന്നെയാണ് വാദം. അങ്ങനെ ഷൗക്കാനി പറഞ്ഞതായിട്ട് മുമ്പ് പുസ്തകത്തിലുണ്ട്. ഷൗക്കാനി പറഞ്ഞതൊന്നും ഹനീഫ തേട്ടത്തെ കുറിച്ചല്ല. തേട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥനയാണ്. വിളിച്ചു തേടുക എന്ന് പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന അർത്ഥം. അപ്പൊ അത് 2005 ഇറങ്ങിയ പുസ്തകത്തിൽ തേടാമെന്ന് വാദമുണ്ടെന്ന് പറയുന്ന എപ്പോഴാ? 2012. അപ്പൊ കഴിഞ്ഞ 6 കൊല്ലം നിങ്ങളതിനെ ന്യായീകരിച്ചില്ലേ? അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞതിനെയും എഴുതിയതിനെയും വ്യക്തമായി ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അനസ് മുസ്ലിയാരും അനീഫ കായക്കൊടിയൊക്കെ ചെയ്തത്. കാരണം ഈ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദത്തെ മടവൂരികൾ കുത്തിപ്പൊക്കി കുബൂരികൾ ഏറ്റെടുത്തു. അമ്പലക്കടവ് ഫൈസി ഏറ്റെടുത്തപ്പോ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇതേ അനസ് മുസ്ലിയാർ പറഞ്ഞത് കേട്ടോളൂ നിങ്ങളൊന്ന്. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിനെ മാറിയ മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി എന്ന ചുട്ടുപൊള്ളുന്ന മണൽക്കാടാ. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളഹാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കളവ് എന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് സത്യം എന്നാ. അമ്പലക്കടവ് പറഞ്ഞത് കളവാണ്. അങ്ങനെ ഇല്ല. ജിന്ന് അല്ലാത്തോട് പ്രാർത്ഥിക്കാമെന്ന വാചകത്തിൽ ഇല്ല. ഇപ്പൊ പറയുന്നതോ ഉണ്ട് എന്നാ. കേട്ടോ, അമ്പലക്കടവ് എന്താണോ അന്ന് പറഞ്ഞത് അതാണ് ഇപ്പൊ അനസ് മുസ്ലിയാർ പറയുന്നത്. കേട്ടോളൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ?
അതുകൊണ്ട് ഇങ്ങനെ നടക്കരുത് വല്ലാണ്ട്. കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കളവേ പറയൂ, എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുക. അത് മറ്റുള്ളവരൊക്കെ സ്വീകരിക്കണം, അല്ലെങ്കിൽ പുറത്താക്കും. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഞങ്ങളും ചോദിക്കാണ്. നിങ്ങൾ അമ്പലക്കടവിനോട് ചോദിച്ച് ഞങ്ങളിപ്പോ നിങ്ങളോട് ചോദിക്കാം, ഒരു തുണ്ട് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, അപ്പൊ കുടുങ്ങുകയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത്, ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാനും ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാനാണ് പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എന്താ തെറ്റതില്? അതാ ഞങ്ങളും ചോദിക്കണത്. എന്താ തെറ്റതില്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നല്ലേ ജബ്ബാർ മൊഴി പറഞ്ഞത്. അതിലെന്താ തെറ്റ്? ജിന്ന് ശബ്ദം കേൾക്കുന്ന പരിധി ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ. എന്താ തെറ്റതില്? എന്താ തെറ്റതില്? അനസ് മുസ്ലിയാരെ ഈ പ്രദേശത്തിനടുത്ത തയ്യൽ കടവിൽ വന്ന് പ്രസംഗിച്ചാണ് ഇത്ര ഇത്. ഇങ്ങ് മാറ്റി പറയുന്നിട്ട് പച്ചക്ക് ആ അമ്പലക്കടവിന്റെ വാദപ്പം ഇവര് പറയണത്. 5 കൊല്ലം നിങ്ങൾ ഇത് പറഞ്ഞു നടന്നു. 2012 നിങ്ങൾ മാറ്റി പുതിയ തൗഹീദ് കൊണ്ടുവന്നു. അതുവരെ ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന് പറഞ്ഞത് അത് ശിർക്കാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമാണ് എന്ന് പറഞ്ഞു, അതീതമാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ നരത്തിൽ ഒരുപാട് 5 കൊല്ലത്തോളം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. എന്നല്ല, കഴിഞ്ഞ 2012 വരെ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് നമ്മൾ പറഞ്ഞ തൗഹീദിലും ഇതാണുള്ളത്. ഇതേ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിജനമായ സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെടുമ്പോ അയാൾ വിളിച്ചു പറഞ്ഞാൽ അത് പ്രാർത്ഥനയാകുന്ന വിളിയല്ല. ഹാളറായ അവിടെ ഹാജറുള്ളവരോട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോടാണ്. അവിടെ മനുഷ്യരില്ലാത്ത സ്ഥലമാണ്. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഇന്നലില്ലാഹി ഫിൽ അർളി ഹാദിറൻ. ആ പ്രദേശത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഹാദിറുള്ള ചിലരുണ്ട് എന്ന് ആ ഹദീസ് തന്നെ ഉണ്ട്. മാത്രല്ല, ഇബാദൻ ലാ നറാഹും, അവരാരാണ്? നമ്മൾ കാണാത്ത അള്ളാന്റെ അടിമകളാണ്. ഹാദിറായാലും നമ്മൾ കാണാത്തവരാരാ? മനുഷ്യൻ ഹാദിറായ കാണൂലേ? ഹാദിറായാലും മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് ആരാ? ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന്. അപ്പൊ അവരവിടെ ഹാദിർ ഉണ്ടെന്ന ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിം സഹോദരൻ അവിടെ യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നത്. അത് ഹദീസ് ദുർബലാണ്, അതുകൊണ്ട് ഞമ്മക്കതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ ദുർബലമാണെന്ന് മനസ്സിലാക്കാതെ മുമ്പ് പലരും അത് അമൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്താ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന ഇയ്യാക നസ്തഈൻ എതിരാണ് ഈ വിളിയെങ്കിൽ അവിടെ സനദ് നോക്കാൻ നിൽക്കുവോ? ദുർബലമായ റിപ്പോർട്ടാണോ സഹീഹാണോ എന്ന് പരിശോധിക്കാൻ നിൽക്കുവോ? ഇയ്യാക നസ്തഈൻ എതിരായിട്ടൊരു വിളി ഒരു മുഅ്മിന് വിളിക്കോ? ആര് വിളിച്ചു? ലോക്കൽ ആളുകൾ വിളിച്ചതല്ല. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ സഹീഹായ പരമ്പരയിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം മകന്റെ കിതാബിലാ പറയുന്നത്. ബാപ്പ ഹജ്ജിന് പോയപ്പോ മരുഭൂമിയിൽ വെച്ച് വഴിതെറ്റിയപ്പോ യാ ഇബാദല്ലാ ദുല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞു. ആര് പിൻപറ്റാൻ വേണ്ടിയല്ല നമ്മൾ പറയുന്നത്, നമ്മളത് മാതൃകയാക്കണം എന്നല്ല. ഇന്നും വിജനമായ സ്ഥലത്തും മരുഭൂമിയിൽ ചെന്ന യാ അല്ലാ യാ റഹ്മാൻ എന്നാ നമ്മൾ വിളിക്കേണ്ടത്, പ്രാർത്ഥന. പിന്നെ വിളി കേൾക്കുന്നിടത്ത് മനുഷ്യന്മാരാരുണ്ടെങ്കിൽ മനുഷ്യർ, അല്ലെങ്കിൽ മൊബൈൽ കയ്യിലുണ്ടാവും, റേഞ്ച് ഉണ്ടാവും അധിക സ്ഥലത്തും, അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് ദുർബലമായ റിപ്പോർട്ടാണ്. പക്ഷെ അവരാരും ശിർക്കിലേക്ക് പോയിട്ടില്ല. ഇയ്യാക നസ്തഈനെതിരായി വിളിയായിട്ട് അവരാരും ഇത് കണ്ടിട്ടില്ല എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 2009
അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ ചെന്നപ്പോൾ മടവൂർ വിഭാഗം ഇത് കുത്തിപ്പൊക്കി നമുക്കതിൽ ശിർക്കാരോപണം ശക്തിപ്പെടുത്തിയിരിക്കുക. അപ്പൊ മൂപ്പരൊരു പ്രവർത്തകനെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചിട്ട് മറുപടി പറയാം. തിരുവനന്തപുരത്തുള്ള അബ്ദുറഹ്മാൻ എന്ന പ്രവർത്തകനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. കേട്ടോളൂ. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റ് 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിൻ്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരും ആയിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ഷിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം. 2009 ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കള്ള ഹദീസും പിടിച്ചിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് മുജാഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ഹദീസായിട്ട് നടക്കണതെന്നാ. ആരാ ഈ ഹദീസ് കൊണ്ടുവന്നവരോട് ഞങ്ങൾ പറയാം, ഞങ്ങളതൊന്ന് ഒഴിവാക്ക്, ആ ദുർബല ഹദീസൊന്ന് ഒഴിവാക്ക്. നിങ്ങൾ ശിർക്കാരോപണത്തിന് വേണ്ടി അത് കൊണ്ടുവരല്ലേ? ഞങ്ങളല്ല കൊണ്ടുവന്നത്, ഖുബൂരികൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മറുപടി കൊടുത്തതാ. എന്നാൽ മുജാഹിദുകളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് 20 മിനിറ്റ് ആ ഹദീസ് വിശദീകരിച്ചത് ആരാ? അബ്ദുറഹ്മാൻ സലഫിയാണ്, ഞങ്ങളാരുമല്ല. അവിടെ ചോദിച്ചത് എന്താ? വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ഒരാള് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമാകട്ടെ, അങ്ങനെ വിളിച്ചാൽ അതിന് ശിർക്കുണ്ടോ എന്നാണ് ചോദ്യം. ആ ഹദീസിന് നമ്മളൊക്കെ കൊടുക്കുന്ന മറുപടി എന്തോ അത് 2009 മൂപ്പരും കൊടുത്തിട്ടുണ്ട്. ആ കാസറ്റ് ഇന്നും പിൻവലിച്ചിട്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി ഇന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശിർക്കാരോപിക്കുകയാണ്. ശിർക്കാരോപണത്തിന്റെ ശക്തി എത്രയെന്നറിയോ? ആഗസ്റ്റ് 22 കഴിഞ്ഞ 2012 ആഗസ്റ്റ് 22 KNM ഭരണസമിതി എന്നെ പുറത്താക്കിയാലേ വിവരാദ്യം എന്നെ അറിയിക്കണം അല്ലേ? എന്നാൽ എനിക്ക് കൗൺസിലിൽ ഒരു അപ്പീൽ പോകാം, സംസ്ഥാന കൗൺസിലിന്റെ മുമ്പിൽ പോകാം. പക്ഷെ എന്നെ അറിയിക്കാതെ 10 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ സെപ്റ്റംബർ 2 സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചു. എന്നെ അറിയിക്കാതെ കൗൺസിലും കഴിഞ്ഞ് പിന്നെയും 3 ദിവസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 5 എനിക്ക് കത്തുന്നത്. ഈ 10 ദിവസം എനിക്ക് 3 മുഖാമുഖം നടത്തി. ഒന്ന് കൊടുവള്ളി മണ്ണിൽ കടവ്, ഒന്ന് എടവണ്ണ ജാമ്യ, ഒന്ന് ബുസ്താനുലും തൃശ്ശൂർ. ഈ 3ഉം ബൈലക്സിൽ ലൈവ് കൊടുത്ത് തത്സമയം സംപ്രേഷണ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ നെറ്റ് ഉള്ളവർക്കൊക്കെ ഇരുന്ന് കേൾക്കാം. കാന്തപുരത്തിന് റൂമിലിരുന്ന് കേൾക്കാം, കാരക്കുന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്ക് മൂപ്പര വീട്ടിലിരുന്ന് കേൾക്കാം, പേരോടിൻ്റെ വീട്ടിൽ നിൽക്കുക. ആ രൂപത്തിൽ എല്ലാ ശത്രുക്കളും കേൾക്കാവുന്ന തരത്തിൽ പച്ചക്ക് ശിർക്ക് അവിടെ നിന്ന് മുഖാമുഖം നടത്തി. രാവിലെ 10 മണിക്കൊന്ന് രാത്രി 1 മണി വരെ എടവണ്ണ ജാമ്യ മുഖാമുഖം. അതിലെന്തിനായിരുന്നു? സക്കരിയാസലായി ശിർക്കിലേക്ക് പോയി എന്ന് കൗൺസിലർമാരെയും മുജാഹിദുകളെയും പഠിപ്പിക്കുക. എന്നാ പിന്നെ സെപ്റ്റംബർ 2 ചോദ്യം ഉണ്ടാവില്ലല്ലോ, കൗൺസിലിന് ചർച്ച വരില്ലല്ലോ അതിനു വേണ്ടി. എന്നിട്ട് സുഹൃത്തുക്കളെ, ഞാൻ ശിർക്കിലേക്ക് പോയതിൽ വലിയ രോഷമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വലിയ അഭിനയിച്ചുകൊണ്ട് ഇയാൾ പറയാണ് കള്ള ഹദീസം പിടിച്ച കള്ളത്തരം പറഞ്ഞിട്ട് ഈ ജിന്നുകളെ ഭൂമിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദുകളെ മുശരിക്കാക്കാൻ വേണ്ടി നടക്കുകയാണ്. കേട്ടുള്ള അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷ സംസ്ഥാന സെക്രട്ടറി ആകാൻ പോണ ആളാ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. നിങ്ങള് പല കള്ളുഷാപ്പിന്റെ മുമ്പിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് മത സ്റ്റേജിലുകൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ലെവലിലേക്ക് എത്തിയാണ്. കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്ന് അലർന്ന പോലെ അലറുക. പരിപാവനമായ എടവണ്ണ ജാമ്യയുടെ ക്യാമ്പസിൽ രാത്രി 12 കാലില്ലാത്ത പോസ്റ്റിന് ഗോൾ അടിക്കളി. ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ. ഇങ്ങോട്ട് മുരീദന്മാര് മാത്രം മുമ്പില്. കാരണം അത് രോഷം. ഞാൻ ശിർക്കിലേക്ക് പോയത് മുമ്പ് രോഷം കൊള്ളുകയാണേ. സൂപ്പർ സ്റ്റാർ അഭിനേതാവാ. കരേൻ്റെ അടുത്ത് കരയും, ചീറേൻ്റെ അടുത്ത് ചീറും. എന്ത് സംസ്കാരമാണ് ഇയാൾക്കുള്ളത്?
തനിച്ച ശിർക്കാരുള്ള നടത്തി ഞങ്ങൾ ആരാ മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ വേണ്ടി ഈ ഹദീസ് ഉദ്ധരിച്ചത്? നാണമുണ്ടെങ്കിൽ ഇയാൾ തെളിയിക്കട്ടെ. തൊലിക്കട്ടി ഇത്രത്തോളമുള്ള ഇദ്ദേഹം എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്. ഇയാളാണ് ഇത്രയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടി കുപ്പായിട്ട് നടക്കണത്. ഇയാളെ പൊക്കി നടക്കലാ ഇപ്പൊ പഠിച്ച ആളുകൾക്കുള്ള പണി. ഇയാളെ കൊള്ളു. ഇയാൾക്ക് എന്തൊക്കെ ഇയാൾ പറയുന്നത്? ഇലനക്കി, ചെറിനക്കി, പ്രശ്നം നക്കി, ഇതൊക്കെ ഇയാളെ ഭാഷ. മുജാഹിദ് പ്രവർത്തകരെ പറ്റി പറയുന്നതൊക്കെ ഇലനക്കിയാണ്, ചെറിനക്കിയാണ്, പ്രശ്നം നക്കിയാണ് എന്നൊക്കെ പറയുന്ന ഇയാള്. നോക്കി, ഞങ്ങൾ ആരെങ്കിലും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ജിന്നുകളെ മരുഭൂമിന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഖുബൂരികളെ, നിങ്ങൾക്ക് ഇതിൽ തെളിവില്ല. നിങ്ങൾ പറയുന്നത് മരിച്ചോരെ വിളിക്കാനല്ല, ഇതിന് മരിച്ചോരെ വിളിയില്ല, ഇത് ജീവനുള്ളവരെ വിളിക്കണത്. എവിടെയോ ഉള്ള മഹാന്മാരെ വിളിക്കലല്ലേ, ഇത് അവിടെ ഹാജറായോലെ വിളിക്കലാണ്. അള്ളാന്റെ കൈവിൽപ്പെട്ട് ചോദിക്കാനല്ലേ നിങ്ങൾ തെളിവ് പറഞ്ഞത്? ഇത് അവരെ കൈവിൽപ്പെട്ട് ചോദിക്കലാണ്. ഇത് സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മറുപടിയാണ്. 71 ഉമർ മൗലവി കൊടുത്ത മറുപടിയാണ് സെൽസബീലില്. ഞങ്ങൾ സെൽസബീൽ കാണിച്ചു. ഒരു മുസ്ലിയാര്, പയ്യോളിയിലുള്ള ഒരു മുസ്ലിയാര് ഇത് ഉദ്ധരിച്ച് തെളിവ് പറഞ്ഞപ്പോ അതിന് കൊടുത്ത മറുപടി എന്താ? ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ മലക്കും ജിന്നും വന്നുമെത്തുമെന്നാണ് ഹദീസിലെ ഉപദേശം, അല്ലാതെ മരിച്ചവരെ വിളിക്കാൻ ഇത് തെളിവില്ല എന്നാണ്. വേണ്ട, ഇയാൾ തന്നെ കൊടുത്ത മറുപടി കേട്ടോളി. ഇപ്പൊ എന്നോട് മുഹദ്ദിസിനെ കൊണ്ടുവരണമുണ്ട്. കൊണ്ടുപോടാ മുഹദ്ദിസിനെ ഇങ്ങോട്ട്. ആരാണോ നിനക്കിത് പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു. എന്നെ പഠിപ്പിച്ച മുഹദ്ദിസിനെ നിങ്ങൾ കണ്ടോളി. ആരെന്നെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. കള്ള ഹദീസ് 20 മിനിറ്റ് വിശദീകരിക്കുക. ആ മുഹദ്ദിസ് മൂക്കും തളിച്ച് വരിക. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത്, ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തത് അതാ. ഇതിനെപ്പറ്റി ഇപ്പൊ ചത്ത പോത്ത് എന്നാ പറഞ്ഞത്. ചത്ത പോത്തിന് പിന്നെ കുറുമ വെക്കണോ വരട്ടണോ എന്ന് ചിന്തിക്കോ, അതാണ് കുഴിച്ചിടല്ലേ ചെയ്യാൻ. ദുർബല ഹദീസാണ് കൊണ്ടുപോകുന്ന തട്ടിയാ പോരെ. ഇയാൾ 20 മിനിറ്റാ വിശദീകരിക്കണേ. എന്തിനാ ഇതൊക്കെ പറയണത്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിജനമായ സ്ഥലത്ത് വെച്ച് വിളിച്ചാൽ അതിന് ശിർക്കുണ്ടോന്നാ ചോദിക്കണത്. അത് ദുർബല ഹദീസല്ലേ, കൊണ്ടുപോകുന്ന ഒറ്റ തട്ടുകെട്ടിയ പോരെ. ഇയാൾ വിശദീകരിക്കാണ്. എന്താ വിശദീകരിക്കണത്? ചത്ത പോത്തിനെ വിശദീകരിക്കണം. എന്താ? ഈ കള്ള ഹദീസ് എന്നാ ഇപ്പൊ പറയണത്. കള്ള ഹദീസ് എന്നാണ് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസ് എന്നാ. അങ്ങനത്തെ മൗദൂആയ ഹദീസാണ് ഇതെന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടില്ല. ഇത് ഹസനായ സനദ്, സ്വീകാര്യമായ സനദ് തന്നെ ഇതിനുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണത്, നബി വരെ എത്തുന്ന മർഫൂ അല്ല. അവിടെ സഹാബിയുടെ വാക്കായിട്ട് അതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട അഭിപ്രായം എന്ന നിലക്ക് അത് ദലീലായി സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയുമില്ല. ഏതായിരുന്നാലും മൗഖൂഫ് സഹീഹാണ്, എന്നാൽ ഹസനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. അപ്പൊ പരിക്ക് പറ്റിയ പോത്ത് എന്ന് പറഞ്ഞാൽ പോരെ, ചത്ത പോത്ത് എന്ന് പറയണോ? ഏതായാലും ആ ചത്ത പോത്തുകൊണ്ട് ഇപ്പൊ കുറുമ വെക്കണ അപ്പൊ നിങ്ങൾ കേട്ടത്. എന്താ ആദ്യത്തെ മറുപടി? യാ ഇബാദല്ലാഹ് എന്നത് അവരുള്ള ദുആ ആയി റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ദുആ ആണോ ശിർക്കാണ്? അത് മരിച്ചവരാകട്ടെ, ജീവിച്ചവരാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, എല്ലാം എന്തും പറയാലോ. ദുആ ആണോ അത് ശിർക്കാണ്. അതുകൊണ്ട് ഇത് ദുആ ആയി ചൊല്ലാൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി. ഇനി 2 കേട്ടോളി. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ
എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എൻ്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കണ്ടോ, അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ശബ്ദം കേൾക്കുന്നിടത്തും അല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓടി വരട്ടെ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് പറയും? വണ്ടി വരുമോ എന്ന് പറയും, ഓടി വരണേ എന്ന് പറയും. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാ? അല്ല. അതുപോലെ ഉള്ളത് അത് ജായിസായ സാധാരണ അനുവദിക്കപ്പെട്ടൊരു വിളിയല്ലേ അത്? അതുപോലത്തെ അനുവദിക്കപ്പെട്ട വിളിയാണിത്. ശിർക്ക് അല്ല എന്ന് മാത്രല്ല, ശിർക്കിലേക്ക് പോകുന്നുള്ള പേടിയും കൂടിയും വേണ്ട. വസീലത്ത് ശിർക്കും കൂടി ആവൂല. നോക്കണം നിങ്ങള്, ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കാരണം സാധാരണ മനുഷ്യന്മാരെ നമ്മൾ വിളിക്കണ്ടല്ലോ, അതെന്താ? അത് ജായിസായ വിളിയല്ലേ? അതുപോലെ ജായിസായ ഒരു വിളിയാണ് വണ്ടിയേരിയോ എന്നുള്ള വിളി പോലെയാണ്. കണ്ടോ? ഇനി കേട്ടോളൂ. മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. കണ്ടോ? സനദിന്റെ വിശദാംശത്തിലേക്ക് പോകണ്ട, ലൈഫ സയ്യെന്ന് നോക്കേണ്ടതില്ല. സനത് നോക്കാതെ തന്നെ നേർക്ക് നേരം എടുത്താൽ എന്തേ ഉള്ളൂ? ഒരപാകത അതിലില്ല. വണ്ടിയേരിയോ എന്നുള്ള വിളി അതിൽ അപാകത ഉണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു സാധാരണ വിളിയാണത്. ഒരപാകത ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ പറഞ്ഞ ചെറുക്കാണെന്നാ. നീ കേട്ടോളൂ. അങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. പിന്നെ 2009 മുമ്പ് തീർത്ത് പറഞ്ഞാണ് ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല. തീർത്ത് പറഞ്ഞോടത്തുനിന്ന് KNM ഇലക്ഷൻ വന്നപ്പോ മൂപ്പര് പിന്നോട്ട് പോയി.